ഒരു സർക്കാരിന്റെ രാഷ്ട്രീയ നയങ്ങൾ, ആ സർക്കാരിന്റെ ഇച്ഛാശക്തി, ഇതെല്ലാം വിലയിരുത്താൻ 100 ദിവസങ്ങൾ തന്നെ ധാരാളമാണ് കേട്ടോ. UDF സർക്കാർ അമ്പേ പരാജയമാണ് എന്ന് പറയാതെ വയ്യ. ഒരേ സമയം മതേതരത്വം പറയുകയും ഭൂരിപക്ഷ മതങ്ങളെ പ്രീണിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യുന്നു. നോക്കൂ, കേന്ദ്ര സർക്കാരിനെതിരെയോ BJPക്കെതിരെയോ അക്ഷരം മിണ്ടാതെ ഏറ്റുമുട്ടാനില്ല എന്ന ഒറ്റ വാക്കിൽ തടി തപ്പുന്ന ഒരു സർക്കാരിനെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അധികാരത്തിലേറി 10 ദിവസം കഴിഞ്ഞപ്പോൾ നിയമസഭ സമ്മേളിച്ചു. ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നടന്നു. അതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എന്താ? കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതാണ്. അത് കേരളത്തിന്റെ മാത്രം ആരോപണമല്ല, മറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സമയം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിന് ഒരു ദേശീയ സ്വഭാവമുണ്ട്. അത് മാത്രവുമല്ലല്ലോ, കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളോടും വിയോജിപ്പുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോഴാണെന്നേ അക്ഷരം കേന്ദ്രത്തിനെതിരെ മിണ്ടാതെ ഒരു നയപ്രഖ്യാപനം രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നടന്നത്. നോക്കൂ, ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റ് വരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്നും പറക്കുകയായിരുന്നു. മാത്രവുമല്ല, ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തി ഒട്ടും സമയം കളയാതെ സ്വന്തം ആഭ്യന്തര മന്ത്രിയെ കൊണ്ട് പുനർജനി വിവാദത്തിൽ ഒരു ക്ലീൻ ചിറ്റ് എഴുതി വാങ്ങിക്കുകയും ചെയ്തു. വിദേശ പണമിടപാട് ചട്ടം ബാധകമായ കേസാണത് കേട്ടോ. അക്കാര്യം നമ്മൾ ഓർമ്മിക്കണം. നോക്കൂ, MG സർവകലാശാല വൈസ് ചാൻസലറായി സംഘപരിവാർ അനുഭാവിയായ D മാവൂദിനെ ഗവർണർ നിയമിച്ചു. എന്തായിരുന്നു UDF സർക്കാരിന്റെ പ്രതികരണം? അക്ഷരം മിണ്ടിയില്ല. മുമ്പ് സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ ഗവർണറെ വഴിയിൽ തടഞ്ഞ് SFI പിള്ളേർ പോലീസിന്റെ അടി വാങ്ങിക്കൂട്ടുന്നതാണ് കേരളം കണ്ടിട്ടുള്ളത്. അതേ സർവകലാശാലയിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ള 19 പേരെയാണ് സെനറ്റ് അംഗങ്ങളായി ഗവർണർ നിയമിച്ചത്. ആ സമയത്തും ആരെയും അമ്പരപ്പിക്കുന്ന നിശബ്ദതയായിരുന്നു കേട്ടോ UDF സർക്കാരിന്റേത്, കോൺഗ്രസിന്റേത്. എന്താണ് PMC പദ്ധതിയുടെ തീരുമാനം? അത് അറബിക്കടലിലെറിഞ്ഞോ അതോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? നമുക്കറിയില്ല. ഒരു സർക്കാരിനെ വിലയിരുത്തേണ്ടത് ആ സർക്കാർ സാമൂഹ്യ കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന സുതാര്യമായ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ഇച്ഛാശക്തി ഈ സർക്കാരിനുണ്ടോ എന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇനി നായകനെ ചുറ്റിപ്പറ്റി മാത്രം ഓടുന്ന ഒരു കച്ചവട സിനിമയുടെ സ്വഭാവത്തിലാണ് കേട്ടോ UDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ നായകൻ തന്നെ വില്ലനുമാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണെന്നേ കഴിഞ്ഞ 100 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽപ്പെട്ടത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് കേട്ടോ. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ സർക്കാരിന് ഒരു വിളിപ്പേര് വീണ് കിട്ടി, മേനോൻ സർക്കാർ. മുന്നണിയെയോ സ്വന്തം പാർട്ടിയോ അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി പല നിയമനങ്ങളും നടത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി പ്രഖ്യാപിച്ചത്. പോരാത്തതിന് കേരളത്തിലേക്ക് ഇതാ 10,000 കോടി നിക്ഷേപം ടാറ്റ നടത്താൻ പോകുന്നു എന്ന് ഒരു അടിസ്ഥാനമില്ലാതെ വിളിച്ചു പറയുകയും ചെയ്തു. ടാറ്റ പോലും സംഭവം അറിഞ്ഞിട്ടില്ല കേട്ടോ. മുമ്പ് പിണറായിയുടെ ഹെലികോപ്റ്റർ യാത്രയെ കുറ്റം പറഞ്ഞയാൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ യാത്ര. അതിപ്പോൾ അമ്മായി അച്ഛനെ കാണാനാണെങ്കിലും വിവാഹ ചടങ്ങിലോ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലോ പങ്കെടുക്കാനാണെങ്കിലും ഹെലികോപ്റ്റർ കൂടിയേ കഴിയൂ. ഇവിടെയാണ് അടുത്ത പ്രശ്നം. അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാത്ത സർക്കാർ അത് തുടക്കത്തിൽ തന്നെ വെളിപ്പെടുന്നുണ്ട് എങ്കിൽ കാര്യം നിസ്സാരമല്ല കേട്ടോ, പ്രശ്നം ഗുരുതരം തന്നെയാണ്. ഒന്നുച്ചത്തിൽ എന്തെങ്കിലും പറയാൻ കോൺഗ്രസ് എന്നൊരു പാർട്ടി തന്നെ ഇപ്പോൾ ഈ സംസ്ഥാനത്തില്ല. U-ടേൺ അടിക്കുക എന്നത് ഈ സർക്കാരിന്റെ സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുന്നു.